സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് രേവതി നക്ഷത്രത്തിന്റെ ശനി മാറ്റത്തെ പറ്റിയാണ്. ശനി 2025 മാർച്ച് രേവതി നക്ഷത്രജാതകർക്ക് ശനി കുംഭത്തിൽ നിന്ന് മീനത്തിൽ പ്രവേശിക്കുകയാണ്. ഇവർ കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ട് ഇവർക്ക് ശനി 12, അതായത് 7.5 ശനിയുടെ തുടക്കം ആണ് ഇന്ന്. അപ്പോൾ മാർച്ച് കഴിയുമ്പോൾ ശനി രണ്ടാമിടത്തേക്ക് വരും. ഇപ്പോൾ 12ാം ഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് തുടക്കത്തിൽ കുറച്ച് ദോഷങ്ങൾ ഉണ്ടായിരുന്നു. തൊഴിൽ നഷ്ടം, സ്ഥാനമാറ്റങ്ങൾ, വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ പ്രതീക്ഷിക്കത്ര ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുക, മാർക്ക് കുറയുക, അതുപോലെ ജോലിയിൽ ഇന്ന് പ്രവേശിക്കും നാളെ പ്രവേശിക്കും എന്ന് പറഞ്ഞ് ചിന്തിച്ചിരുന്നവർക്ക് അത് താമസിച്ചു വരിക, ഇങ്ങനെയുള്ള പ്രധാന ഘടകങ്ങൾ. അതുപോലെ തന്നെ പ്രായമായവർക്ക് കാൽപാദ വേദന, മുട്ടുവേദന, ശരീരവേദന, ഇങ്ങനെ ചെറിയ രോഗദുരിതങ്ങളും, അതുപോലെ പ്രതീക്ഷിച്ചിരുന്ന വിവാഹങ്ങൾ നീട്ടിവെക്കുക, അല്ലെങ്കിൽ കാലതാമസം എടുത്തുകൊണ്ട് എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ട് കാലതാമസത്തിലേക്ക് നീളുക, ഇതെല്ലാം ഈ 12ലെ ശനി, അതായത് 7.5 ശനിയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. അവ ഇനി വരുന്ന ഒരു കൊല്ലത്തേക്ക് ഇവയെല്ലാം മാറി വരികയും വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് ഇവർക്ക് അനുകൂലമായ സമയം ചെറുപ്പക്കാർക്ക് ഉണ്ടാകുകയും, അതുപോലെ തന്നെ വളരെ കാലം പ്രതീക്ഷിച്ചിരുന്ന ഗൃഹനിർമ്മാണ പ്രക്രിയകൾക്ക് അനുകൂലമായ സമയം തുടങ്ങുകയും ചെയ്യുന്നു. തൊഴിലിൽ ചിലർക്ക് അതീവ നേട്ടങ്ങളും ഉന്നത ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ അവസ്ഥകളും ഉണ്ടാകുന്നു. പ്രതീക്ഷിച്ചിരുന്നവർക്ക് തൊഴിലുകൾ ലഭിക്കും. അതുപോലെ ബിസിനസ്സുകാർക്ക് പണം മുടക്കി ബിസിനസ് നടത്തുന്നവർക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ബിസിനസ്സിൽ പുരോഗമനം വന്നിരുന്നാലും നഷ്ടങ്ങൾ വന്നു ചേരും. അതുകൊണ്ട് ഈ ഒരു കൊല്ലം കൂടെ ബിസിനസ് സംബന്ധമായ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളേണ്ടതാകുന്നു. അധികാരികൾക്ക് വളരെ കീർത്തിയും പ്രശസ്തിയും ഉണ്ടാകുമെങ്കിലും ഒപ്പം ചില നിസ്സാര കാര്യങ്ങൾ കൊണ്ട് സർക്കാരിന്റെ കോപമോ അല്ലെങ്കിൽ മറ്റ് ജനങ്ങളുടെ കോപമോ കൊണ്ട് സ്ഥാനങ്ങൾക്ക് അല്പം അരിഷ്ടതകളും വന്ന് സംഭവിച്ചേക്കാവുന്നതാകുന്നു. അതുപോലെ ഇവിടുന്ന് വിദേശത്ത് പോകുന്നവർക്ക് കാലം അനുകൂലമാകുന്നു. വലിയ രൂപ അല്ലെങ്കിൽ എമൗണ്ടുകൾ മുടക്കി വിദേശത്ത് പോകുന്നത് നല്ലതല്ല. കാരണം ഇവിടെ പോയി തൊഴിൽ ശേഖരിക്കുന്നത് വരെ ഭാരിച്ച കടം കുടുംബത്തിന് നൽകിയിട്ട് പോകുന്നത് അത്ര നന്നല്ല. അതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകുന്നതാണ് നന്നായിരിക്കും. ഇവർക്ക് പൊതുവെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയില്ല. കാരണം അവരുടെ അധ്വാനം കൊണ്ട് അവയെല്ലാം നേടിയെടുക്കും. അതുപോലെ കൂറിന്റെ 12ൽ ശനിയും കൂറിൽ സർപ്പനും അതിന്റെ 7ൽ വേഴനും കൂറിന്റെ 3ൽ കൂറിന്റെ 7ൽ കേതുവും 3ൽ വേഴനും സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വേഴൻ 7ാമിടത്ത് ദൃഷ്ടിയുള്ളത് കൊണ്ട്, അതായത് കേതുവിന് ദൃഷ്ടിയുള്ളത് കൊണ്ട് ഇവർക്ക് ബന്ധപ്പെടുന്ന പിണങ്ങി നിന്ന ആൾക്കാരുമായി കൂടുതൽ അടുക്കുവാനും അവരുടെ സ്നേഹം കൈവരിക്കുവാനും സാധിക്കും. പൊതുവെ ഇവർക്ക് ദൂരയാത്രകൾക്ക് വിധിക്കപ്പെട്ട സമയമാണ്. എങ്കിലും യാത്രകൾക്കും
കൊടുക്കൽ വാങ്ങലുകൾക്കും അതുപോലെ തന്നെ എന്തെങ്കിലും രജിസ്ട്രേഷൻ നടത്തുന്നത് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചില പ്രയാസങ്ങൾ, ധനനഷ്ടങ്ങൾ, അതുപോലെ തന്നെ വേറെ അരിഷ്ടതകൾ ഉണ്ടായേക്കാം. പൊതുവെ ഈ നക്ഷത്ര ജാതകക്കാർ ഭക്തരും എഴുത്തുകാരും അഭിനേതാക്കളും അതുപോലെ തന്നെ പ്രമാണിത്വം ഉള്ളവരും മറ്റ് അധ്യാപന വൃത്തികളിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബാങ്കിങ് മേഖലകളിലോ ജോലി ചെയ്യുന്നവർക്ക് കാലം അനുകൂലമാകുന്നു. ബാങ്കിങ് മേഖലകളിലോ അല്ലെങ്കിൽ ധന ഇടപാട് സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനകാര്യങ്ങൾ ചെയ്യുന്നതിൽ ആർക്കും നിയമം വിട്ടുള്ള ഒരു സഹായവും താൽക്കാലികമായി ചെയ്യേണ്ട ഘട്ടമല്ല. അതിനുശേഷം ചെയ്യുന്നതിൽ ദോഷവുമില്ല. പൊതുവെ ഗ്രഹയോഗവും പഴയ ഭൂമി ലഭിക്കുവാനുള്ള ഭാഗ്യവും കല്യാണപ്രായമായവർക്ക് കല്യാണത്തിനുള്ള സമയവും വിദ്യാർത്ഥികളുടെ പഠനത്തിന് താഴ്ചയും ഉയർച്ചയും വരും. അതുകൊണ്ട് അത് പ്രത്യേകം രക്ഷിതാക്കൾ ശ്രദ്ധിച്ചു കൊള്ളേണ്ടതാകുന്നു. പൊതുവെ ഇവർക്ക് 24-25 വയസ്സ് പ്രായമായ സ്ത്രീ പുരുഷ ഭേദമെന്ന് അവർക്ക് ഉദ്യോഗവും, സ്ത്രീകൾക്ക് 22-23 വിവാഹയോഗവും അല്ലെങ്കിൽ 25-27 മധ്യ വിവാഹയോഗവും അനുഭവമാകുന്നു. പുരുഷനും 25 ശേഷം 27 വിവാഹയോഗവും സന്താനാദി അവസ്ഥകളും വന്നു ചേരാം. പൊതുവെ ഇവർ ഭക്തിക്ക് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും ധനം ചിലവഴിക്കുന്നവരാണ്. അതുപോലെ ക്ഷേത്ര ദർശനം, ദൂരയാത്ര, ഇതെല്ലാം ഇവർ ചെയ്യുന്നതിൽ വളരെ തന്നെ ചെയ്യും. അതുപോലെ അവരുടെ കൂറിൽ സർപ്പം നിൽക്കുന്നത് കൊണ്ട് സർപ്പഭഗവാന് വേണ്ടുന്ന പൂജകൾ നൽകിക്കൊള്ളേണ്ടതാണ്. അതായത് സർപ്പത്തിന് 100 പാലും, അഭിഷേകങ്ങൾ, പാലഭിഷേകം, മാസം തോറും ഇടവിടാതെ സർപ്പക്ഷേത്രങ്ങളിൽ പോയി പൂജാതി കർമ്മങ്ങൾ നടത്തി സർപ്പപ്രീതി വരുത്തിക്കൊണ്ടാൽ കുടുംബത്തിന് ഐശ്വര്യവും മാതാവിനും പിതാവിനും ഗുരുക്കന്മാർക്കും ഭാഗ്യ ഐശ്വര്യങ്ങൾ കൈവരിക്കുകയും ചെയ്യും. ഇവർ പൊതുവെ സൗന്ദര്യപ്രിയരും സൗന്ദര്യ ആരാധകരും ആയിരിക്കും. ഇതിൽ സ്ത്രീ പുരുഷ ഭേദമെന്ന് അവർ സത്യസന്ധരും ബുധദശയിൽ ജനിക്കുന്നത് കൊണ്ട് പണ്ഡിതന്മാരും പണ്ഡിതകളും ആയിരിക്കും. ചിലർ പ്രശസ്ത എഴുത്തുകാരും ഇതിൽ പെട്ടവരുണ്ട്. അങ്ങനെ ഇവർ പൊതുവെ ബുദ്ധിയുടെയും ശക്തിയുടെയും ബിസിനസിന്റെയും കാര്യത്തിൽ ഒട്ടും താഴോട്ടല്ല. താൽക്കാലികമായി ചില ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അതിൻ്റെതായ രീതിക്ക് മാത്രമേ ബിസിനസ്സിൽ പണം മുടക്കാവൂ. വലിയ ബിസിനസ് ചെയ്യുന്നവർക്ക് ഭൂമികൾ വാങ്ങിച്ചിട്ടാൽ അടുത്ത 2-3 വർഷം കഴിയുമ്പോൾ ധാരാളം ഭൂമി ഇവർക്ക് ലഭ്യമാകും. ഇവർക്ക് മറ്റുള്ളവരുടെ സ്നേഹം ആദരവും പിടിച്ച് പറ്റുവാനുള്ള ഒരു ദൈവാധീനം എന്നും നേരിട്ട് തന്നെ കാണും. താൽക്കാലികമായി ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടേക്കാം. അത് ഉടനെ തന്നെ ചെറിയ വ്യവസ്ഥകൾ പ്രകാരം വീണ്ടും ജോലിയിൽ പ്രവേശിക്കാം. പുതിയ ജോലികൾ വന്നിരുന്നാലും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ മാറുന്നത് ആലോചിച്ച് മാത്രമേ ചെയ്യാവൂ. ഇവർ ജനിക്കുന്നത് ബുധദശയിലാണ്. ബുധൻ ഏതാണ്ട് 10 കൊല്ലം വരെ നമുക്ക് സങ്കല്പിക്കാം. അത് കഴിഞ്ഞാൽ കേതു 7 കൊല്ലം,
പിന്നീട് ശുക്രൻ 20 കൊല്ലം, അത് കഴിഞ്ഞാൽ ആദിത്യൻ 6 കൊല്ലം, പിന്നെ ചന്ദ്രദശ 10 കൊല്ലം, ചൊവ്വാദശ 7 കൊല്ലം, പിന്നെ രാഹുൽ ദശ 18 കൊല്ലം, അത് പിന്നീട് വ്യാഴം 16 കൊല്ലം. ഇങ്ങനെ അവരുടെ ദശാനാഥന്മാര് നീളുന്നു. തുടക്കത്തിൽ ജനിക്കുന്നവർക്ക് കൂടുതൽ കാലം ബുധൻ കിട്ടും. മധ്യത്തിൽ ജനിക്കുന്നവർക്ക് ഏതാണ്ട് 7, 9, 10 കൊല്ലത്തിനകത്ത് കിട്ടും. അവസാനം ജനിക്കുന്നവർക്ക് 3, 4 കൊല്ലമേ ലഭിക്കുകയുള്ളൂ. അവസാനത്തെ കൂറ് ജനിക്കുന്നവർ അവസാനം ദണ്ഡാന്തം എന്ന് പറയും. ദണ്ഡാന്തം 4-ാം പാദം. 4-ാം പാദത്തിൽ ജനിക്കുന്നവർക്ക് ആദ്യകാലങ്ങളിൽ ജാതകനും കുടുംബത്തിനും അരിഷ്ടതകളെ ഉണ്ടാക്കും. പൊതുവെ ഇവർക്ക് 23 മുതൽ എല്ലാ കാര്യങ്ങൾക്കും വളരെ വിശേഷമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. 24, 25, 28 ഈ കാലങ്ങളിൽ വിവാഹാദി കാര്യങ്ങളും ഉദ്യോഗാദി ഉയർച്ചയിലും സന്താനാദി വളർച്ചയും, 28, 30, 35 ഈ കാലങ്ങളിൽ നല്ല വാഹനം, ഗ്രഹയോഗം, വച്ചുകൂട്ട്, സുഖസൗകര്യങ്ങളും, അത് കഴിഞ്ഞിട്ട് ആദിത്യ ദശയിൽ സർക്കാർ സംബന്ധമായ വളരെ നേട്ടങ്ങളും, ചന്ദ്രദശയിൽ അവർക്ക് സന്താനങ്ങളെ കൊണ്ട് പ്രശസ്തിയും അവർക്ക് പഠിക്കുവാനുള്ള അവസരങ്ങളും, അവർക്ക് ചില സന്താനങ്ങൾ കലയിലും കാവ്യത്തിലും എല്ലാം പ്രശസ്തി നേടും. അങ്ങനെ അവരെ കൊണ്ട് നേട്ടം. അത് കഴിഞ്ഞാൽ വരുന്ന ചൊവ്വാദശയിൽ ഭൂമിയോഗവും കഴിഞ്ഞ് വരുന്ന 18 കൊല്ലം രാഹുൽ ദശ. ആ രാഹുൽ ദശയുടെ തുടക്കത്തിൽ ഇവർക്ക് സന്താനങ്ങൾക്ക് ഉദ്യോഗാദി വിജയവും വിവാഹാദി മംഗളകർമ്മങ്ങളും പേരുപെരുമയും പ്രശസ്തിയും കുടുംബത്തിനും ജാതകർക്കും ഉണ്ടാകും. അത് കഴിഞ്ഞ് വരുന്ന വേഴദശയും ഉത്തമമായി ഭവിക്കും. പിന്നീട് ശനിക്കും ഏതാണ്ട് ഒരു സാമാന്യം മധ്യമ ഫലങ്ങൾ കൊടുക്കാം. ഇവർക്ക് ഇപ്പോൾ 7ര ശനിയുടെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് സാസാവിന് നീലാഞ്ജനം, ഹനുമാൻ സ്വാമിക്ക് വടമാല, ശിവക്ഷേത്രത്തിൽ ജലധാര, ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നാഗക്ഷേത്രങ്ങളിൽ ദർശിക്കുകയും സർപ്പപ്രീതി വരുത്തുകയും ചെയ്തുകൊണ്ടുള്ളാൽ ഇവരുടെ എല്ലാ ദോഷങ്ങളും മാറ്റിവരും. പരിഹാരമില്ലാതെ ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ. അതുകൊണ്ട് സർപ്പഭഗവാനെയും വേദഭഗവാനെയും ശനീശ്വരനെയും യഥാവിധി പൂജിച്ച് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. ശനി നിങ്ങൾക്ക് ഇനി അനുകൂലമായ അവസ്ഥയിലേക്ക് നിങ്ങളെ നയിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ചുരുക്കുന്നു. ഇന്ന് മലയങ്കിരി പുരുഷോത്തമൻ.